ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ബീഫ് പെരട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ല പോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാട്ടോ. അപ്പോഴേക്കും ഈ മസാലകളൊക്കെ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കും. എന്നിട്ട് ഇത് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഇത് കുക്കറിൽ ഒരു 5-6 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ പാകത്തിന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും അതുപോലെ ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടിയിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളൊക്കെ പാകത്തിന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ചെടുത്ത ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പാകത്തിന് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലിടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ബീഫ് പെരട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇതുണ്ടോ, ഇതിലെ വെള്ളമൊക്കെ ഇപ്പോൾ പോയി പാകത്തിന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് പെരട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.